അതോ നോക്കൂ, അതാണ് നമ്മളുടെ ട്രഫൽഗർ സ്ക്വയർ. നമ്മളങ്ങനെ ലണ്ടനായി നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത പോകുന്നത് മാഡം തുസാസസ് എന്ന് പറയുന്ന മ്യൂസിയത്തിലാണ്. അതിസാഹസികമായി നമ്മൾ അങ്ങനെ മാഡം തുസാസ്, അത് ഇതുവരെ ശരിയായിട്ടില്ലെന്ന് തോന്നല്ലേ ഞാൻ പറഞ്ഞത്. വേണ്ട, ഞാൻ ഇന്നലെ വായിച്ചതല്ലോ ഒന്ന്. അങ്ങനെ നമുക്ക് കയറി നോക്കാം. ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ ഫ്രീസ് ആവും. കൊള്ളാല്ലേ? നീ കയറി വന്നപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു വേറൊരു ഫീല്, മൊത്തത്തിലൊരു പാർട്ടി അല്ലേ? ഒരു മൊത്തത്തിൽ കളർഫുൾ, ഒരു യെല്ലോയിഷ് കളർ അല്ലേ? ദൈവമേ, അവൻ ആദ്യമേ കയറി എങ്ങോട്ടാ പോന്നേ? മേലോട്ടാണോ? ലിഫ്റ്റ്. അതാണ്. ഇതടയോ? അല്ല, ഇവൻ വന്നപ്പോ മുതൽ ഇത് തുറന്നു ഇരിക്കുകയായിരുന്നു. കണ്ടു ഇഷ്ടപ്പെട്ടു കയറി. ഇവൻ വന്ന് ഡയറക്റ്റ് അടിക്കട്ടെ കയറി. Light. Oh, welcome to Madame Tussauds London. You're about to enter our star-studded awards party. Get ready to walk the red carpet at one of the most exclusive ceremonies of the year. It's showtime. ഞാൻ ഇത് ശരിക്കും ഉള്ള പോലെ എനിക്ക് തോന്നിപ്പോയി. ദീപിക പദുകോണാണ്. ഇല്ല, പേര് എഴുതിയിട്ടില്ല. അത് ഡേവ് അല്ലേ? ഡേവ് ജോൺസ്. ഞാനത് കണ്ടിട്ട് ശരിക്കും ആണെന്ന് വിചാരിച്ചു പോയി. എന്റെ ദൈവമേ, ഇതോ പിന്നെ അവർക്ക് ഇതല്ലേ പണി ഇങ്ങനെ. ഇതല്ല ദീപിക പദുകോണല്ല, ദേവ് ജോൺസിനെ. ചെറിയ എന്തോ ഒരു വ്യത്യാസമാണ് ദീപിക, അതാണെന്ന് പറയത്തില്ല. അടുത്ത ആളിതാ. ഇതോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. അല്ല, ഞാനെന്നാ നമ്മളങ്ങോട്ട് പോവാണേ. എനിക്ക് ആ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു. മാക്സിന് പ്രതിമയ്ക്ക് പോലും കിട്ടില്ല കോസ്റ്റ്യൂം. ഓ, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പ്രിയങ്ക ചോപ്ര എന്ന് പറയുന്നുണ്ടേ, പക്ഷെ നേരിട്ട് വരുമ്പോഴോ കറക്റ്റ് ആവുന്നില്ല. സൈഡിൽ നോക്കിയാണ് പ്രിയങ്ക ചോപ്ര അവിടെ, അമിതാഭ് ബച്ചൻ, രൺവീർ സിംഗ്. ഇതൊരുമാതിരി അമിതാഭ് ബച്ചൻ മറ്റേ സെലിബ്രിറ്റി മ്യൂസിയത്തിൽ കയറിയിട്ട് അമ്മു ഇപ്പൊ സെലിബ്രിറ്റി ആണെന്നാ വിചാരം. ആന്നോ അമ്മു? അതെ. നോക്ക് ആരെയും കണ്ടേ അമ്മു? രൺവീർ സിംഗിനെ കണ്ടതിന്റെ എഫക്റ്റ് ആണ് ഇത്. എല്ലാരും കണ്ടതിന്റെ എഫക്റ്റ് ആണ് ഇത്. കണ്ടോ, ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് എവറി ഡേ ഈസ് എ ഫാഷൻ ഷോ. കസ്റ്റം മെയ്ഡ് നൈറ്റ്സ്. ഇത് 5000 ഡയറ്റ് കോക്ക് ബോട്ടിലും കൊണ്ട് ഇതാരാ? മറ്റേ എന്താ സെൻഡിയ. ഡാൻസ് ഫ്ലോർ. എല്ലാരും എന്നെ നോക്കിട്ട് വിചാരിക്കും എനിക്ക് പ്രാന്താണ്. അതെ, മറ്റേ ഇതിൽ നിന്നതിന്റെ എഫക്റ്റ് അത്. നമ്മൾ ഇത്ര നേരമായിട്ട് എന്തൊക്കെയാ സെലിബ്രിറ്റീസിനെ കണ്ടു, സ്പോർട്സ് ചാമ്പ്യൻസിനെ എല്ലാം കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ അതിനകത്തോട്ട് കയറുന്നത് വെൽക്കം ടു ദ റോയൽ പാലസ്. യെസ്, റോയൽ പാലസിലേക്ക് നമ്മൾ അങ്ങനെ കടക്കുകയായി. അങ്ങനെ ഇതോ എലിസബത്ത് 2 ആണോ? ഈ അമ്മച്ചിന്ന് മാറിയിരുന്നെങ്കിൽ ചുമ്മാ അവിടെ പോയി നിന്ന് പോസ് ചെയ്യായിരുന്നു. മാറി. ഇനി അങ്ങനെ ഞാനിവിടെ എലിസബത്ത് 2ന്റെ അടുത്ത് നിന്ന്
ഒരു ക്ലിക്ക് അടിച്ചിട്ട് നമുക്കിനി റോയൽ സെലിബ്രേഷനിലോട്ട് പോവാം. ഓ അമ്മു കൈ വീശപ്പോ താങ്ക് യു. എടാ അങ്ങോട്ട് ഓ അങ്ങോട്ടായിരുന്നല്ലേ. ഓ ഹെവി സൗണ്ട് എഫക്റ്റ്. വാ നമുക്കിനി അവർ ക്യൂൻ എലിസബത്തിന്റെ കിളി പോയി നടക്കുന്നു കേട്ടോ. അമ്മു നമ്മള് ഒബാമ ചേട്ടനെ വിടാതെ ഇങ്ങനെ നോക്കി നിക്കുന്നേ. കൊള്ളാം. താൻ പോയിട്ടെ ഞാൻ പുള്ളിയുടെ നമുക്ക് കയറിയിരിക്കാവോ? അല്ലമ്മേ ഓടുന്ന വണ്ടിയിൽ വീണ്ടും ഞാൻ കയറി. ഞങ്ങളെ കയറ്റിയില്ലടാ അവിടെ കേറ്റില്ലടാ. അയ്യോ അവൻ ഒറ്റക്കായി പോയി. സാരമില്ല, അടുത്ത തവണ ഇതിലാക്കാം. അങ്ങനെ ഞങ്ങൾ കയറിയിട്ടുണ്ടല്ലോ. അതെ ഇപ്പൊ ഓ ഇതൊക്കെ ഓട്ടോമാറ്റിക് അടയുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാവുന്നുണ്ട് ഷേനോ. നമുക്ക് ഇംഗ്ലീഷ് London, Queen Elizabeth I. ഓ അപ്പൊ ഹലോ ബേബി. ഇതാ വില്യം ഷേക്സ്പിയർ. അതെ ഹലോ. ജീവനുള്ള പക്ഷെ അല്ല മെയിനല്ല. എല്ലാം ബോറടിച്ചിട്ട് അവരിരിക്കുന്നത്. ലണ്ടൻ സ്പിരിറ്റ് ഓഫ് ലണ്ടൻ. ഒരു രക്ഷയില്ലാത്ത നമ്മളെ പഴയ ലണ്ടനിലോട്ട് പോയി. കൊറേ കാണത്തില്ലേ അതുപോലെ ഉണ്ട്. അവൻ ബോറടിച്ചോടാ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ തുള്ളിച്ചാടി നടക്കുമായിരുന്നു. ഷൈനു ഞങ്ങൾ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി മ്യൂസിയം നല്ല കിഡിനാണ് കേട്ടോ. കാരണം ഈ ഒരു മ്യൂസിയത്തിൽ നമ്മൾ കയറി കഴിഞ്ഞ ഉടനെ ഒരു ഗ്ലിംസ് ആയിട്ട് ഞങ്ങളെല്ലാം മൊത്തം കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നിറച്ചും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ദിവസത്തേക്ക് നമുക്ക് ഒരു ഡേ ഔട്ട് പോലെ പോകുന്ന ഇതിനകത്ത് നിന്ന് മൊത്തം കാണാനുണ്ട്. സ്റ്റാർ വാർസ് ഉണ്ട്, ഇതിനകത്ത് സെലിബ്രിറ്റീസ് ഉണ്ട്, പിന്നെ റോയൽ പാലസിൽ പിന്നെ ഇന്ത്യൻ ആൾക്കാർ, ഋത്തിക് റോഷൻ ഉണ്ട്. പിന്നെ കിങ്ലെയറിലെ മറ്റേ ഗാന്ധിജിയെ തപ്പി നടന്നു. പക്ഷെ ഗാന്ധിജിനെ കിട്ടിയില്ല. അത് ഒഴിച്ച് ബാക്കി എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയ എല്ലാവരും വാക്സിൽ സെറ്റ് ആക്കി കണ്ടായിരുന്നു. കിടിലായിരുന്നു കേട്ടോ. സൂപ്പർ. ഇനി അടുത്ത് ഞങ്ങള് സീ ലൈഫ് അക്വേറിയത്തിലോട്ട് പോകാനുള്ള വണ്ടി നടക്കുവാണ്.